മിക്ക മൈഗ്രെയിൻ പേഷ്യൻസും തലവേദനയും അതിൻ്റെ ബുദ്ധിമുട്ടുമാണ് കൂടുതൽ ഫോക്കസ് ചെയ്ത് പറയുക. എന്നാൽ നമ്മുടെ ലൈഫിൽ പല കാര്യങ്ങളും മൈഗ്രെയിനുമായി റിലേറ്റഡ് ആണ്. ഫോർ എക്സാമ്പിൾ, ഒരാളുടെ ഇമോഷണൽ ഫാക്ടേഴ്സ്, സൈക്കോളജിക്കൽ എലമെന്റ്സ്, ഇപ്പോൾ റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങൾ, ഫ്രണ്ട്സുമായി വരുന്ന ഇഷ്യൂസ്, ഫാമിലി പ്രോബ്ലംസ്, ഒരു വർക്ക് സ്പേസിൽ ഒരുമിച്ച് ജോലി ചെയ്യുന്നവരും സുപ്പീരിയേഴ്സുമായി വരുന്ന അഭിപ്രായ വ്യത്യാസം, അവരുടെ ബിഹേവിയർ, ഈ സെൻസിറ്റീവായ ആൾക്കാർ പെട്ടെന്ന് ദേഷ്യം വരിക, സങ്കടം വരിക, എന്തെങ്കിലും ഫീലിങ്സോ കാര്യങ്ങളോ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതെ ഉള്ളിൽ തന്നെ വെക്കുക, ഇങ്ങനെ പല കാര്യങ്ങളും മൈഗ്രെയിനുമായി കണക്ട് ചെയ്യാം. ഈ ടൈമിൽ അവരുടെ സ്ട്രെസ് ലെവൽ വർദ്ധിക്കും, ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് സംഭവിക്കും, കാർഡിയാക് ആക്ടിവിറ്റി, റെസ്പിറേഷൻ, ഡൈജഷൻ പോലെയുള്ള ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസിൽ ചേഞ്ചസ് വരും. ഈ കാര്യങ്ങളൊക്കെ വീണ്ടും മൈഗ്രെയിൻ ട്രിഗർ ചെയ്യും. സോ ഇങ്ങനെയുള്ളവരിൽ കൂടുതലായി മൈഗ്രെയിൻ വരാൻ ചാൻസ് ഉണ്ട്. ഈ കാര്യങ്ങളൊക്കെ അവരോട് വിശദമായി ചോദിക്കുമ്പോൾ മാത്രമാണ് മനസ്സിലാക്കാൻ പറ്റുക. അതുകൊണ്ടാണ് മൈഗ്രെയിനിൽ ഡീറ്റെയിൽ ആയ കേസ് ടേക്കിംഗ് ആവശ്യമാണെന്ന് പറയുന്നത്. ഇത്തരം കേസിൽ മെഡിസിൻസ് മാത്രമല്ല, മൈഗ്രെയിനുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ഇങ്ങനെയുള്ള ഇമോഷണൽ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് കണ്ടെത്തി മാനേജ് ചെയ്യേണ്ടതായി വരും. ഈ ഒരു ട്രീറ്റ്മെന്റ് പ്ലാനാണ് കൂടുതൽ ഇഫക്റ്റീവായി കാണാറുള്ളത്.